വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ നയിക്കാൻ ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടുകൂടി ബാക്കിയാവുകയാണ്. കാരണം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം സജീവമായിരുന്നു എന്ന് CPM-ന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജില്ലയിൽ തന്നെ അദ്ദേഹം പ്രചരണം നടത്തിയിടത്തെല്ലാം തോൽവിയാണ് LDF-ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏത് കാര്യം പരിഗണിച്ചാലും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഏൽപ്പിക്കാൻ പറ്റുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ നയിക്കാൻ MV ഗോവിന്ദൻ എന്നൊരു കാര്യം CPM-കാർക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. കുറെ മണ്ടത്തരങ്ങളും വിഡിത്തങ്ങളും വിളിച്ചു പറയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ MV ഗോവിന്ദനെ CPM-ന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിക്കാൻ കഴിയില്ല, നയിക്കാൻ കഴിയില്ല. ഇപ്പൊ പറയുമ്പോൾ ഈ കഴിഞ്ഞ തവണ ഇപ്പോ പഴയ കാര്യങ്ങൾ ഇവിടെ പലരും വിശദീകരിക്കുകയുണ്ടായി. കാരണം 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിയായിരുന്നു LDF-ന്, വളരെ വലിയ തോൽവിയായിരുന്നു. അത് കഴിഞ്ഞ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ അതിജീവിച്ച് കയറി വന്നു, 69ഓളം സീറ്റ് നേടി എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കും. അന്ന് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDF തീർത്തും പരാജയമായിരുന്നു, എന്നിട്ട് 2011 കയറി വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അന്ന് CPM-നെ നയിക്കാൻ VS ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ. അദ്ദേഹം വളരെ പ്രായം ചെന്ന കാലത്ത് പോലും VS അന്നും ഒരു ക്രൗഡ് പുള്ളർ തന്നെയായിരുന്നു. ഇപ്പോഴായാലും ശരി, VS-ന്റെ പേര് പറഞ്ഞാൽ കുറച്ചു പേരെങ്കിലും ആ ഒരു ആവേശം ഉൾക്കൊള്ളും എന്ന് മനസ്സിലാക്കാം. അപ്പോ അതുപോലെ CPM-നെ നയിക്കാൻ ഇപ്പോൾ ആരുമില്ല. അങ്ങനെ നോക്കിയാൽ ഇനി ഈ ചികഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ആരുടെയെങ്കിലും പേര് സൗവർണികയുടെ മനസ്സിൽ വരുന്നുണ്ടോ? അല്ല, അങ്ങനെ പറയാനാണെങ്കിലുള്ളത് ഇനിയിപ്പോ നോക്കി വരുമ്പോ അങ്ങനെ അവർക്കൊരു ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു മുഖം എന്ന് പറയുന്നത് KK ശൈലജ ആയിരിക്കും. കാരണം ആ കോവിഡ് സമയത്ത് ആരോഗ്യമന്ത്രി ആയിരിക്കുകയും അന്ന് ആ ഒരു ഇമേജ് അവർ കീപ്പ് ചെയ്യുകയും ചെയ്തു. അടുത്ത രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് തൊട്ട് മുന്നേ KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇവരെ പരിഗണിക്കണമെന്ന് പല ഭാഗത്ത് നിന്ന്, പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോ KK ശൈലജയെ അടുത്ത മന്ത്രിസഭയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് പോലും വളരെയധികം പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. ആ ഒരു സ്ഥിതി പരിഗണിക്കുമ്പോൾ KK ശൈലജയെ വേണമെങ്കിൽ CPM-ന് ഉയർത്തി കാണിക്കാമെന്ന് പറയാം. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാൻ കഴിയില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായി വിജയം കാണാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പാർട്ടിയിലുള്ളവർക്കൊക്കെ പ്രായമായി പക്വമായ നിലപാടുകൾ അല്ലെങ്കിൽ ശക്തമായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന ആരും തന്നെ പാർട്ടിയിലില്ല. നമുക്ക് ഇപ്പൊ നോക്കിയാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ, അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്നത് പോലും മരുമകൻ എന്ന ലേബലിലാണ്. അല്ലാതെ ഒരു നല്ല MLA എന്നോ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടൊന്നും മന്ത്രിയായ വ്യക്തിയല്ല. പിന്നെ ഉള്ളതാരാ? ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി. ശിവൻകുട്ടിയെ ആക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോ ഇവർക്ക് മന്ത്രിമാരുണ്ട് അല്ലെങ്കിൽ MLA-മാരുണ്ടെന്ന് പറയുമ്പോ പോലും ആരെയാണ് ആക്കാൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ചുക്കാൻ പിടിക്കാൻ കെൽപ്പുള്ള ആരാണുള്ളത്? സ്വരാജിനെ ആക്കാൻ പറ്റുമോ? മുകേഷിനെ ആക്കാൻ പറ്റുമോ? ഇപ്പൊ ഗണേശിന്റെ പേര് പറഞ്ഞാൽ പോലും ഗണേശ് CPM അല്ല. അതല്ല അത്. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കാൻ ശക്തരായ ഒരുപാട് നേതാക്കന്മാർ, യുവ നേതാക്കന്മാരും, ഇപ്പൊ BD സതീശനൊക്കെ ഇപ്പോ കാഴ്ചവെച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. K മുരളീധരൻ തിരുവനന്തപുരത്ത് ആ ഒരു തെരഞ്ഞെടുപ്പ് കോർഡിനേഷൻ നടത്തി. അല്ല ചേച്ചി, UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുണ്ടല്ലോ. ഈ പറയുന്ന പോലെ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, K മുരളീധരനുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇനിയിപ്പോ അടുത്ത തലമുറ എന്ന് പറയാൻ അല്ലെങ്കിൽ നേരത്തെ തന്നെയും ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും K സുധാകരനും ഒട്ടും പിന്നിലല്ല. അങ്ങനെയാണെങ്കിൽ ആന്റണി ഉണ്ട്, AK ആന്റണി ഉണ്ട്. ഇന്നും ആരോഗ്യ നില എത്ര മോശമാണെന്ന് പറഞ്ഞാലും പാർട്ടിക്ക് ഒരു ആവശ്യം വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നു. പിന്നെ രണ്ടാം നിര, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കോൺഗ്രസിന് ശക്തമായ ഒരു രണ്ടാം നിരയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ ഒതുക്കിയെങ്കിലും ആ ഒതുക്കൽ അവിടത്തോടെ അവസാനിച്ചു. കാരണം ആ രീതിയിലാണ് കോൺഗ്രസ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയത്തോട് അത് അവിടെ അവസാനിച്ചു. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുമ്പോ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് പുറത്താക്കുമ്പോ പോലും രാഹുലിന്റെ പിന്നിൽ ഒരുപാട് പേര് ഇപ്പോഴും രാഹുലിനെ വിശ്വസിച്ച് രാഹുലിന് വേണ്ടി പോസ്റ്റ് ഇടുന്ന
സാധാരണക്കാരായ പക്ഷെ അവർ പോലും അതൊരു കോൺഗ്രസ് വിമതനാവാനുള്ള ശ്രമമല്ല. അവരെ എന്നും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുലിന്റെ പിന്നിൽ അണിനിരക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് അവർ കോൺഗ്രസ് വിമതരായിട്ടല്ല അവര് പോകുന്നത്. ഇപ്പോ ഷാഫി പറമ്പിൽ വളരെ എന്താണ് യുവാക്കൾക്കെന്നല്ല, ഷാഫി എവിടെ പ്രചരണത്തിന് പോയാലും അവിടെ അത്രത്തോളം ആളിനെ കൂട്ടാൻ ഷാഫിക്ക് കഴിയുന്നുണ്ട്. ഷാഫി ഉണ്ട്, ചാണ്ടി ഉമ്മൻ ഉണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, ഹൈബി ഈഡനുണ്ട്, അബിൻ വർക്കിയുണ്ട്, ജിൻഡോ ജോൺ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് ഒരുപാട് പേരുണ്ട് കോൺഗ്രസിനെ നയിക്കാൻ ഒരു സാഹചര്യം വന്നാൽ കൂടി. പക്ഷെ മറുവശത്ത് നോക്കുമ്പോൾ അവർക്കുമുണ്ട്, ആർഷമുണ്ട്, പിന്നെ ജയിക്കുണ്ട്. ഇവരെല്ലാം അവരെ പോയ സരിനുണ്ട്, ഇവിടുന്ന് പോയ സരിനുണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടെ ആവുമ്പോൾ എന്തായാലും നിയമസഭയും CPM-നെ സംബന്ധിച്ചിടത്തോളം സ്വാഹയാവുമെന്ന് തന്നെ പറയാം. അല്ലേ ചിനി? ഇപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ ശൈലജ ടീച്ചർക്ക് ഒരു എഡ്ജ്, സ്വാഭാവികമായും നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആയി വന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീയാണ്, ഒരു സ്ത്രീയെ പരിഗണിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയില്ലേ ശൈലജ ടീച്ചർ സ്ത്രീയാണ്, കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കുമോ എന്ന് ചോദിക്കണം. പക്ഷേ പിണറായി വിജയൻ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പറയുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് ശേഷം പ്രളയം എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമാണ് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നമുക്കിങ്ങനെ പറയാം, KK ശൈലജ അവർ CPM-നെ നയിക്കാൻ വന്നാൽ CPM-ന് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് പറയാമെന്നല്ലാതെ, പണ്ട് പോലും ഗൗരിയമ്മയുടെ പേര് പറഞ്ഞ് ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം അവരെ മുഖ്യമന്ത്രി ആക്കാതിരുന്ന ചരിത്രവും ഉണ്ട്. VS-നെ പോലും അങ്ങനെ ചെയ്തില്ലേ അവര്? VS-നെ മുന്നിൽ നിർത്തി VS ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തോന്നുന്ന രീതിയിൽ പ്രചരണം നടത്തി ജയിച്ചു കഴിഞ്ഞപ്പോൾ VS-ന്റെ അത് ആട് കിടന്നിടത്ത് ഒരു പൂട പോലുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാക്കി കഴിഞ്ഞു. ഇപ്പൊ വടകര ശൈലജ ടീച്ചറെ കൊണ്ടുപോയത് പോലും ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. എന്തെങ്കിലും കാരണത്താൽ ജയിച്ച് MP ആയി കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുള്ള ശല്യം കേരളം അത് തോറ്റു കഴിഞ്ഞാൽ എന്താണ്, ശൈലജ ടീച്ചർ വലിയ സംഭവമല്ല എന്ന് വരുത്തി തീർക്കുക. അത് രണ്ടും നടന്നില്ല. പക്ഷെ അതിപ്പോ CPM-യെ ഇവിടെ കേരളത്തിൽ ഒരു സംഭവമേ അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി.